പെണ്ണുങ്ങളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള തുടക്കം ആദ്യമായി ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് സ്വഹാബാക്കൾ മുഴുവൻ പിഴച്ചവരും കള്ളം പറയുന്നവരും വിശ്വസിച്ചുകൂടാൻ പറ്റാത്തവരും ഹദീസിനെ പോലും അവർ ഉച്ചരിക്കുന്നത് സ്വീകരിക്കാൻ പറ്റില്ലെന്നും വാദിക്കുന്ന പിഴച്ച വിഭാഗമാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകളുടെ നേതാവായ അബൂമറിയം എന്ന് പറയുന്ന മനുഷ്യനാണ് പെണ്ണുങ്ങളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ മതപരമായി മതത്തിന്റെ ലേബലിൽ വാദിച്ചു കൊണ്ടുവന്നാൾ. ഇത് നടക്കുന്നത് അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖിലാഫത്ത് കഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഖിലാഫത്തിന്റെ സുവർണ ദശ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച 30 വർഷം പിന്നിട്ട ശേഷം ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അബൂമറിയം എന്ന് പറയുന്ന മനുഷ്യൻ സ്ത്രീകളെ പൊതുരംഗത്തേക്ക് പുരുഷന്മാരോടൊപ്പം കൊണ്ടുവരണമെന്ന വാദവുമായി വന്നല്ല പെണ്ണുങ്ങളെ രംഗത്തിറക്കി. അയാൾ വാദിച്ചിരുന്ന കാരണവും ന്യായവും എന്താണെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് റസൂലിന്റെ ഭാര്യമാരടക്കം യുദ്ധത്തിലേക്ക് വരെ തങ്ങളോടൊപ്പവും മുസ്ലിമീങ്ങളോടൊപ്പവും പോയിട്ടുണ്ട്. ഇസ്ലാമിക യുദ്ധങ്ങളിൽ പുരുഷന്മാരോടൊപ്പം യുദ്ധങ്ങളിൽ പോലും പെണ്ണുങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, കായികമായും ശാരീരികമായും പെണ്ണുങ്ങളോട് ഇണങ്ങാത്ത യുദ്ധത്തിന് വരെ പെണ്ണുങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, മറ്റെല്ലാ രംഗത്തേക്കും പുരുഷന്മാരെ പോലെ പുരുഷനോടൊപ്പം പെണ്ണുങ്ങൾക്കും വരാം എന്നായിരുന്നു അയാളുടെ ന്യായീകരണം. നമ്മൾ ആലോചിച്ചു നോക്കിയാൽ പുത്തൻവാദികൾ സ്ത്രീകൾ രംഗത്തിറക്കാൻ വേണ്ടിയിട്ടും പ്രസംഗ രംഗത്തിറക്കാൻ വേണ്ടിയിട്ടും സ്റ്റേജിൽ കയറ്റാൻ വേണ്ടിയിട്ടും മറ്റെല്ലായിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഉന്നയിച്ച വാദം, ഉഹുദിനാകടത്തിലേക്ക് പോയില്ലേ നുസൈബ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മു വർഖ, മറ്റു പല വനിതകളും സ്വഹാബി വനിതകളും യുദ്ധക്കളത്തിലേക്ക് പോയില്ലേ, ശുശ്രൂഷിക്കാൻ പോയില്ലേ എന്ന തെളിവ് തന്നെയല്ലേ? ഖവാരിജുകളുടെ നേതാവും സ്ത്രീകളെ രംഗത്ത് ഇറക്കിയിട്ടുള്ള അരാജകവാദിയുമായിരുന്ന അബൂമറിയമിന്റെ അതേ പിന്മുറക്കാട്ടന്നെ. ഞാനിപ്പറഞ്ഞു വരുന്നത്, 1-ാമത്തെ നൂറ്റാണ്ട് മുതൽ തുടങ്ങിയിരിക്കുന്ന ഈ സ്ത്രീകളെ രംഗപ്രവേശനം നടത്തിയിട്ട് കാരം നേടുകയും ആളുകളെ ആകർഷിക്കുകയും ചെയ്യുന്ന വഴക്കം എല്ലാ നൂറ്റാണ്ടുകളിലും ഇതിനുവേണ്ടി ശബ്ദിക്കുവാൻ, ഇസ്ലാമിന്റെ പേരിൽ ശബ്ദിക്കുവാൻ, ഇസ്ലാമിന്റെ പേരിൽ കിതാബ് എഴുതുവാൻ, ഇസ്ലാമിന്റെ പേരിൽ നയം നടത്തുവാൻ ആളുണ്ടായിട്ടുണ്ട്.